അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹത്തുക്കളായ ഉലമാഉം അയിമത്തും എല്ലാവരും ഇസ്തിഗാസ ചെയ്യുകയും അത് പുണ്യകർമ്മമാണെന്ന് പറയുകയും അവരുടെ കിതാബുകളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ അവരാരും എതിർക്കൂലല്ലോ. അപ്പോൾ മഹാന്മാരായ നമ്മുടെ മുൻകാലക്കാരായ അയിമ്മത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റു മഹാന്മാരോടും ഇസ്തിഗാസ ചെയ്തിരുന്ന ചരിത്ര സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹദീസ് ലോകത്തെ വിശ്രുത പണ്ഡിതനാണ്. ഹദീസിൽ മാത്രമല്ല, സകല വിജ്ഞാനത്തിലും അഗ്രഗണ്യനായ പണ്ഡിതനാണ് ഹിജറ 353 വഫാത്തായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ വിശ്വപ്രസിദ്ധമായ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഹദീസ് അവലംബ മേഖലകളിലെ മുൻഗണനാ കിതാബുകളിൽപ്പെട്ട ഒന്നാണ്. 2000-ലധികം ആളുകളിൽ നിന്ന്, മശായിഖന്മാരിൽ നിന്ന് ഞാൻ നേരിട്ട് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി സിയറു അഅലാമിൻ നുബല ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹിബ്ബാൻ തങ്ങളെ മറ്റു പ്രസിദ്ധമായ ഒരു രചനയാണ് കിതാബു സിഖാത്ത്. ഹദീസ് നിവേദകന്മാരുടെ ചരിത്രം, അവരുടെ ആധികാരികത തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കിതാബിൽ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുഭവമായി രേഖപ്പെടുത്തിയ ഒരു സംഭവം കാണാം. അലി ഇബ്നു റിള എന്ന മഹാനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അലി ഇബ്നു റിള റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ സനാബാദ് എന്ന പ്രദേശത്താണ്. ധാരാളം ആളുകൾ സിയാറത്തിന് വരുന്ന ഒരു മസാറാണത്. ശേഷം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും ഒരുപാട് തവണ ആ മഖബറയിൽ, ആ മസാറിൽ സന്ദർശിച്ചിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വമാ ഹല്ലത്ത് ബി ഷിദ്ദത്തുൻ ഫി വഖ്തി മഖാമി ബിതൂസ് ഫസുർതു ഖബർ അലി ഇബ്നു മൂസ റിള റളിയല്ലാഹു അൻഹു. ഞാൻ തൂസിൽ താമസിക്കുന്ന കാലത്ത് എനിക്കെന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ അലി ഇബ്നു റിള റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൽ സിയാറത്ത് ചെയ്യും. വദഅഉതുല്ലാഹ ഇസാലതഹ അന്നി ഇല്ലസ്തുജീബ ലി വസാലത അന്നി തിൽക ഷിദ്ദ. അങ്ങനെ സിയാറത്ത് ചെയ്ത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം നീങ്ങാൻ വേണ്ടി ദുആ ചെയ്താൽ എനിക്ക് ആ പ്രയാസം നീങ്ങിക്കിട്ടാറുണ്ട് എന്ന് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല. വഹാദാ ഷൈഉൻ ജറബ്തുഹു മിറാറൻ ഫവജത്തുഹു കദാലിക. ഞാൻ പലപ്പോഴായി എനിക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ അലി ഇബ്നു റിള റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൽ ചെന്ന് ദുആ ചെയ്യുകയും ഇതേ പ്രകാരം ആ സമയത്തെല്ലാം പ്രതിവിധിയും പരിഹാരവും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു കിതാബ് സിഖാത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. നോക്കൂ, ആരാണ് ഇസ്തിഗാസ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന് ഖിദ്മത്ത് ചെയ്ത, ഹദീസുകൾ പഠിച്ച ലോകപ്രസിദ്ധ പണ്ഡിതൻ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ. അവർക്കൊന്നും ഇസ്തിഗാസ തെറ്റാണ് എന്നോ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യൽ ശിർക്കാണോ എന്നോ തോന്നിയിട്ടില്ല. മറിച്ച് മഹാന്മാരായ അയിമത്തുകൾക്കും ഉലമാക്കൾക്കും എല്ലാവർക്കും അതെല്ലാം ഒരു പുണ്യകർമ്മമായിട്ടാണ്, അവരുടെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള, പ്രതിസന്ധികൾ മാറിക്കിട്ടാനുള്ള വഴിയായിട്ടാണ് അവരെല്ലാവരും സിയാറത്തിനെ കണ്ടത്. അള്ളാഹു ആ പാരമ്പര്യ ഉലമായിൻ്റെ വഴിയിൽ ദീനുൽ ഇസ്ലാമിൻ്റെ തനിമ ചോരാതെ ജീവിക്കാനും മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.